ഈ സർക്കാർ ജോലി എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ഇപ്പം ന്യൂജനിലൊന്നും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം പ്രൈവറ്റ് ജോലിയിലാണ് പലരും നോക്കുന്നത്. പക്ഷേ നമ്മുടെ കൃത്യമായിട്ട് സമയത്ത് ഇരുന്ന് പഠിച്ചാൽ കിട്ടൂലേ? കിട്ടും സാർ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ വൈകി വന്ന ബോധോദയാണെന്നുണ്ടെങ്കിൽ പറയാം. അതിനേക്കാൾ കൂടുതൽ ആദ്യം പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തിനു പോകുന്നു? ഇപ്പം ഞാൻ PSCയുടെ ക്ലാസ്സിന് പോകുന്നു. ഒരു ജോലി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെന്തിനാ കളഞ്ഞിട്ട്? നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. ഇന്ന് ഞാൻ ദിശയുടെ ഒരു മിടുക്കിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അവൻ്റെ പേര് ശാലിനി എന്നാണ്. ഏറ്റവും അവസാനമായി നടന്ന WCPO പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 14ാമത്തെ റാങ്കും നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന SI പരീക്ഷയിൽ 21ാമത്തെ റാങ്ക് നേടിയ ദിശയുടെ പ്രിയപ്പെട്ട ശാലിനിയാണ് നിങ്ങളോടൊപ്പം ഇന്നുള്ളത്. ആദ്യം തന്നെ ശാലിനിക്ക് ദിശയുടെ ഒരു കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. എങ്ങനെയാണ് ഈ PSC വഴിയിൽ എത്തിച്ചേർന്നത്? ഈ സക്സസ് സ്റ്റോറി ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശാലിനി എങ്ങനെയാണ് ദിശയിൽ എത്തിച്ചേരുന്നത്? സാർ, ദിശ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നൈറ്റ് ക്ലാസ്സിനാണ് ദിശയിലൊന്ന് ജോയിൻ ചെയ്യുന്നത്. സാർ പറഞ്ഞ പോലെ ഒരു ജോലി എനിക്കുണ്ടായിരുന്നു. അപ്പം ആ ഒരു ജോലി കഴിഞ്ഞിട്ട് നൈറ്റ് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ശാലിനി നമ്മുടെ ഇവിടെ വരുന്നത് അതിൻ്റെ ടെസ്റ്റ് ശാലിനിയുടെ ഹസ്ബൻഡും കൂടെയാണ് ഒരുമിച്ച് വരുന്നത് പഠിക്കാൻ വേണ്ടി നൈറ്റ് ബാച്ചിൽ. അപ്പം നിങ്ങളുടെ പ്രോപ്പർ സ്ഥലം എവിടെയാണ്? നെടുമങ്ങാടാണ് സ്ഥലം. നെടുമങ്ങാടത്ത് ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് വേങ്കവിളയാണ് സ്ഥലം. അവർ നൈറ്റിൽ നമ്മുടെ നൈറ്റ് ക്ലാസ് വൈകിട്ട് 6:30 മണി തൊട്ട് 9 മണി വരെയാണ്. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ഹസ്ബൻഡും വൈഫും പഠിക്കാൻ വന്നപ്പോൾ തന്നെ നമുക്കൊരു അവർക്ക് പഠിത്തത്തിലേക്കുള്ളൊരു തീവ്രത അറിയാമായിരുന്നു. ഓക്കെ, അതിനകത്ത് പറയാനുള്ള കാര്യം, പുള്ളിക്കാരനും അടുത്ത് വരുന്ന LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ട്. ഈ മാസം തന്നെ റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. അതിന് നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ സ്കൂൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ കാലഘട്ടം ഞാൻ പഠിച്ചത് 1 മുതൽ 7 വരെ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള രാമപുരം സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നെടുമങ്ങാട് ഗേൾസിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ വഴുതക്കാട് വിമൻസിലേക്ക് പോയി. ഏതായിരുന്നു ഡിഗ്രി? ഞാൻ ബോട്ടണി ആയിരുന്നു. അത് കഴിഞ്ഞ് പ്യുവർ ബോട്ടണി MSc എടുത്ത് ഞാൻ ആലപ്പുഴ പോയി. അങ്ങനെ ഒരു നീണ്ട ജേർണി എനിക്ക് ആലപ്പുഴ വരെ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്നത്. അപ്പോഴാണ് കോവിഡൊക്കെ വന്ന് കുറച്ചൊരു ബ്രേക്ക് വരുന്നു. അപ്പോൾ സബ്ജക്റ്റിൽ നിന്ന് ഞാൻ ഉടനെ ഒരു റിസർച്ച് ഫീൽഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ജോലിയിലേക്ക് നീങ്ങിയത്. അങ്ങനെ ഒരു റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കോവിഡിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നു. പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാതെ ആവുന്നു. അപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പോൾ എന്തായാലും 2023 കല്യാണം. അതെ, ഞങ്ങളെ കല്യാണ സമയത്തും ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ജോബിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ എന്ന് ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്. അപ്പം ആ തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആ ജോലി വിട്ടിട്ട് ഇറങ്ങി വരാനുള്ള ധൈര്യമില്ല. കാരണം ഞാൻ അറിയാം ഫിനാൻഷ്യലി കുറച്ച് പൈസ ഉണ്ടെങ്കിലേ പറ്റും. അപ്പം പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം നിന്ന് കഴിഞ്ഞാൽ എന്താവും എന്നൊരവസ്ഥയുണ്ട്. ആദ്യം വന്നപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അതിലാണ് ഞങ്ങൾ എന്തായാലും ക്ലാസ്സിന് പോയി തുടങ്ങാന്ന് പറഞ്ഞ് ക്ലാസ്സിന് പോകുന്നത്. അപ്പോഴും ദിശ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഇങ്ങനെ ദിശയുണ്ട്. വന്ന സമയത്ത് ജോലിക്ക് പോകില്ലായിരുന്നു ശാലിനി? അതെ, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 5 മണി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ബസ്സിന് കയറി ഇവിടെ തിരിച്ച് 6:30 എത്തുന്നു. എന്നിട്ട് ഞങ്ങൾ 9:30 തിരിച്ച് ഒരുമിച്ച് പോകുന്നു. അങ്ങനെ ഒരു ജേർണി ആയിരുന്നു സ്റ്റാർട്ടിങ്. അങ്ങനെയാണ് ദിശയിൽ എത്തിപ്പെടുന്നത്. നമ്മൾ ആദ്യം SI പരീക്ഷ നല്ല ടാർഗറ്റ് ചെയ്ത് വരുന്നല്ലേ? ആദ്യം അങ്ങനെ ഇപ്പൊ തന്നെ എല്ലായിടത്തും മറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ PSC ഫീൽഡിലേക്ക് ആദ്യമായിട്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ തുടങ്ങുന്നത് തന്നെ ദിശയിൽ നിന്നാണ്. ഞാൻ അങ്ങനെ PSC എക്സാമുകളിൽ അപ്പിയർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യും, പോയി എഴുതും എന്നല്ലാതെ PSCക്ക് വേണ്ടി പഠിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതിയിരുന്നത് ഞാൻ PSC എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആർക്കും കിട്ടില്ല, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നാട്ടുകാർ പറയുമ്പോഴും ഞാനും കൂടെ പറയുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കതിന് ഇപ്പോൾ കുറ്റബോധമുണ്ട്, പഠിക്കേണ്ട പോലെ പഠിച്ചില്ല എന്നുള്ളതാണ്. പിന്നെയാണ് ഇവിടെ വന്ന് നിന്നിട്ടാണ് ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ജോലി കളഞ്ഞിട്ട് പഠിച്ചു തുടങ്ങും. പുള്ളിക്കാരൻ ജോലിക്ക് പോയിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നൈറ്റ് ബാച്ചിൽ നിന്ന് പിന്നെ ഡേ ബാച്ചിൽ പിന്നെ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള സൗകര്യം എന്ന് വെച്ചാൽ 3 ദിവസം ക്ലാസ്സും ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യം. അങ്ങനെയാണ് നമ്മൾ ശാലിനി അടുത്ത് പരിചയപ്പെടുന്നത്. അതെ, സാറിന് പറഞ്ഞ പോലെ ഈ 3 ദിവസത്തെ ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം ഞാൻ റെഗുലറിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 3 ദിവസം ക്ലാസ് ഉണ്ട്. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് ജോലിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചു. ഇനി എനിക്കൊരു കര കണ്ടിട്ടേ ഒരു അവസാനമുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി അപ്പോൾ 100% കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഫുൾ ടൈം വരുമായിരുന്നു. ഇവിടെ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ബാച്ചിൽ വേണോ കയറാം.
അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ബേസ് ബാച്ച് ആവട്ടെ, ഏത് അഡ്വാൻസ്ഡ് ബാച്ച് ആവട്ടെ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ബാച്ചിലാണോ നമുക്ക് ഇരിക്കാവുന്നൊരു ധൈര്യം സാർ തന്നിട്ടുണ്ട്. ഞങ്ങളും PSC പഠിച്ച സമയത്ത് നമുക്ക് ചില പോകുന്ന സെൻറ്ററിൽ ആ 3 ദിവസത്തെ ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ ടെൻസും പാസീവ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വീണ്ടും കിട്ടിയാലേ നമുക്ക് വേഗത്തിൽ റിസൾട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ മനസ്സിലുള്ളതാണ് കുട്ടിക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. എപ്പോഴും ഡിഗ്രി ലെവൽ പരീക്ഷകളാകുമ്പോൾ തന്നെ നമുക്കൊരു പേടിയുണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും എന്നുള്ളത്. കാരണം അത്രയും വലിയ മത്സരമാണ് ഉള്ളത്. അപ്പം നമുക്ക് SIയിൽ അത് നിങ്ങൾ 3 ലേഡീസാണ് ഉള്ളത്, 21, 23, 129. അതിൽ 2 പേരും പോലീസ് ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അച്ഛൻ, അനിയൻ, അതുപോലെ തന്നെ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അമ്മ, അച്ഛൻ, അനിയനാണുള്ളത്. അവർക്കൊക്കെ ഇപ്പം എല്ലാവർക്കും സന്തോഷമാണ്. നാട്ടില് ഒരു SI എന്നുള്ളൊരു നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു വലിയ പരീക്ഷയാണ്. അപ്പോൾ പഠിക്കുന്ന ഒരു സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാണാം. അപ്പോൾ അവർക്ക് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? എന്താണ് നമ്മുടെ സ്റ്റൈൽ എന്നുള്ളത്? സ്റ്റൈല് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ച രീതിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. അത് ചിലപ്പോൾ നെഗറ്റീവ് പറയുമായിരിക്കും. പക്ഷേ എൻ്റെ രീതി ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ റാങ്ക് ഫയൽ ബേസ് ചെയ്ത് അങ്ങനെ അധികം പഠിച്ചിട്ടില്ല. സീരിയസ്ലി ഞാൻ അങ്ങനെ സാറ് പറഞ്ഞ പോലെ റാങ്ക് ഫയലുകൾ വെച്ച് അപ്പം ഈ തരുന്ന സ്റ്റഡി മെറ്റീരിയൽ, ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിരുന്നു. ഡീപ്പെന്ന് പറഞ്ഞാൽ പോരെ നല്ല SCRT കണ്ടന്റ് ഉണ്ട്, അതിൽ വേണ്ട കണ്ടന്റുകളുണ്ട്, എല്ലാ കണ്ടന്റും ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. അത് എനിക്ക് എവിടെ വേണോ പറയാം. അതെ, സിലബസ് എടുത്തിട്ട് ആ സിലബസിലുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ എന്താണ് ടോപ്പിക് എന്ന് നന്നായി വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു ടോപ്പിക്ക്. ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ ആ ടോപ്പിക് എടുത്തിട്ട് അത് എവിടെയുണ്ട്, അതിന്റെ ടോപ്പിക്കുകൾ നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ എന്താണ്, അപ്പോൾ ആ മെറ്റീരിയൽ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ എക്സാംസ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ ഓരോ ടോപ്പിക്കിനുണ്ടാകുന്ന എക്സാംസ്, റിവിഷൻ അത് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി കവർ ചെയ്താണ് വരുന്നത്. പിന്നെ കൂടുതലും ഞാൻ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ഒരുപാട് ചെയ്തു. പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ. കാരണം ഒന്നാമത്തെ കാര്യം ഞാനൊരു ന്യൂ കമ്മർ ആയിരുന്നു PSCയിലേക്ക്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഏത് വർഷം ഇവിടെ എത്തുന്നത്? ഇവിടെ ഞാൻ 2023. അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം, ഒരു ഡിഗ്രി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വർഷങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന സമയം രീതിയിൽ പൂർണ്ണമായിട്ട് പഠിക്കും. സ്മാർട്ട് വർക്ക് എന്ന് പറയാം. അതിപ്പോ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, നിനക്കിപ്പോ കേരളത്തിന് നീളം ചോദിച്ചാൽ പോലും അറിയില്ല, പക്ഷെ നിനക്ക് എങ്ങനെ കിട്ടുന്നുള്ള. പക്ഷെ അവിടെ എല്ലാം പഠിച്ചിട്ട് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഈ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കാൻ ഒരുപാട് കുറെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് കാര്യമില്ല. സ്ഥിരം പഠിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ജീവകങ്ങൾ, രോഗകാര്യങ്ങൾ, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ 50 എഴുതി വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് ആദ്യം മാർക്ക് കിട്ടി തുടങ്ങും. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ. ശരിക്കും ഞാൻ PYQs ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഒരു വർഷത്തിന്റെ PYQ നമ്മൾ കൊടുക്കും. അല്ലാതെ തന്നെ ഇപ്പൊ ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. പല ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നും നമുക്ക് എന്താണ് കിട്ടും. അതിനകത്ത് സോഴ്സ് ഒരുപാട് സ്ഥലത്തുണ്ട്. ശരിക്കും ടെലഗ്രാം നല്ലൊരു PSC പഠിക്കുന്നവർക്ക്. ഞാൻ ക്ലാസ്സിനകത്ത് പറയുന്നതും സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാതെ PSC പഠിക്കാൻ വേണ്ടി നല്ല ഒരുപാട് ടെലഗ്രാം ചാനലുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് വരെ പഠിക്കാം. അപ്പൊ അത് നോക്കി കഴിയുമ്പോൾ ശരിക്കും ഞാൻ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ നോക്കുന്നു, ആൻസർ കാണുന്നു, അതെനിക്കൊരു പുതിയ അറിവാണ്. എനിക്ക് അറിയില്ല, ഞാൻ അത് പഠിക്കും. അത് പഠിക്കും. എന്നിട്ട് ഞാൻ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരുമ്പോൾ അന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കണക്ട് ചെയ്യും. അതിനുശേഷം എനിക്ക് പാറ്റേൺ മനസ്സിലായി. ക്വസ്റ്റ്യന്റെ പാറ്റേൺ അല്ല, എങ്ങനെ ചോദിക്കുന്നു എന്നൊരു പാറ്റേൺ മനസ്സിലായി. അപ്പോൾ ഞാൻ കിട്ടുന്ന മെറ്റീരിയൽ, ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ തന്നെ ഇത് വന്നാൽ ഇവരെങ്ങനെ ചോദിക്കും, തിരിച്ച് റിവേഴ്സ് അടിച്ച് പഠിക്കാൻ തുടങ്ങി. ശരിക്കും ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, അല്ലാതെ തിയറി പഠിച്ച് ആൻസർ ചെയ്ത് വന്നതല്ല. ഫുള്ള് നമുക്ക് പറ്റില്ല. ഇപ്പൊ നമുക്ക് ക്രോസ് ചെയ്ത് ചേരും പടിയൊക്കെ നമുക്ക് തരണമെങ്കിൽ ഒന്നറിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഡിഗ്രി പരീക്ഷയുടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് ആ ഒരു എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മുടെ ഇന്റലിജന്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക. അതായത് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം അറിഞ്ഞില്ലെങ്കിൽ ആൻസർ ഇല്ല എന്നല്ല, ഒരെണ്ണം അറിയാമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നിന്റെ ഉത്തരം തെറ്റാണ് എന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം കിട്ടും. ശരിയാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 24-ലാണ് 25 തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഉത്തരം കിട്ടും. അതെ, അങ്ങനെ പല എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ നമ്മൾ അത് എക്സാം എഴുതുമ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ. OMR എഴുതി നമ്മൾ ഇവിടെ തരുന്ന എല്ലാ എക്സാംസും ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ നെഗറ്റീവ് 21 ഇവിടെ അറിയാം, കുറേ നെഗറ്റീവുകൾ വാങ്ങി അവസാനം നമുക്ക് മനസ്സിലാവും എഴുതുമ്പോൾ നെഗറ്റീവ് ആവും, എന്നാൽ തിരുത്തി മാറി പിന്നെയാണ് ഒരു 30-നൊക്കെ മുകളിൽ പോയി തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ്, അപ്പോഴാണ് പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് എന്താണ് ഇതിന് വേണ്ടി പഠിക്കും. അതത്രയും മാത്രമേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും. അത് ഞാനും അങ്ങനെ വിശ്വസിക്കും. കാരണം നമ്മൾ എത്ര ഇനി കുറച്ച് സമയം കിട്ടുമ്പോൾ പഠിച്ചിട്ട് അങ്ങനെയല്ല,
നമ്മൾ ഇതിനു വേണ്ടി എപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉള്ള സമയം ഫുൾ ഇൻവെസ്റ്റ് ചെയ്താലേ പറ്റൂ. അത്രേ ഉള്ളൂ. അതേപോലെ ഈ യൂണിഫോം ഇഷ്ടമായിരുന്നു? യൂണിഫോം കോഴ്സ് ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ NCC ഉണ്ടായിരുന്നു. കോളേജിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ ഞാൻ എന്താ +2 വരെ പഠിച്ചപ്പോഴത്തേക്കും NCC ഒന്നും ഇല്ല, അതൊന്നും തുടങ്ങിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നപ്പോഴത്തേക്കും അവിടെ വിമൻസ് കോളേജിൽ NCC ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബാച്ചിൽ ഞാനാണ് ആദ്യം NCC പോയി ജോയിൻ ചെയ്യുന്നത് ക്ലാസ്സിന്. അപ്പോൾ അവിടെ എല്ലാവരും എന്നെ വിളിക്കുന്നത് ഇങ്ങനെ NCCയിലുള്ള ശാലിനി അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം കോളേജിലൊക്കെ എല്ലാവർക്കും അറിയാം, അപ്പോൾ NCCയിൽ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഞാൻ ക്യാമ്പിനൊക്കെ പോവും. പിന്നെ അവിടെ തന്നെ ബാക്കിയുള്ള മീറ്റിംഗ്സിന് പരിപാടികൾക്കൊക്കെ വോളണ്ടറി ചെയ്യാൻ പോകുമായിരുന്നു. അപ്പം ഒരു ശരിക്കും പറഞ്ഞ യൂണിഫോം അതെ അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ C സർട്ടിഫിക്കറ്റ് എഴുതിയെടുത്തു അതിൻ്റെ തന്നെ. അപ്പോൾ പിന്നെ ക്യാമ്പും പിന്നെ അവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടി തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ പിന്നെ എന്താ MSc പോയത്. അപ്പോൾ പിന്നെ ഈ ഒരു ഡ്രീമൊക്കെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യലി സെറ്റ് ആവണം. അതെ, സർക്കാർ ജോലി എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ഇപ്പം ന്യൂജനിലൊന്നും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം പ്രൈവറ്റ് ജോലിയിലാണ് പലരും നോക്കുന്നത്. പക്ഷേ നമ്മുടെ കൃത്യമായിട്ട് സമയത്ത് ഇരുന്ന് പഠിച്ചാൽ കിട്ടൂലേ? കിട്ടും സാർ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ വൈകി വന്ന ബോധോദയാണെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അവർക്കറിയാം ഇത് കഴിഞ്ഞിട്ട് ഇത് പഠിച്ചാലേ ജോലി കിട്ടൂ എന്നുള്ളത്. ഞാനിപ്പോൾ കാണുന്ന കുറേ കുട്ടികൾ ഡിഗ്രി കഴിയുന്നു, ഒരു PSCയിലേക്ക് വരുന്നു, ഉടനെ പഠിക്കുന്നു, പിന്നെ ബാക്കി അവരുടെ പ്രിപ്പറേഷൻ പോലെയാണ്. പക്ഷെ അവിടെ അവർ മനസ്സിലാക്കാതെ പോകുന്ന ആ മെത്തേഡാണ്, പഠിക്കേണ്ട രീതിയാണ്. വന്നു കഴിഞ്ഞിട്ട് ചിലർ ഉഴപ്പും. അതെ, കിട്ടും. കാരണം ഒരു എക്സാമിന് എന്ത് ചോദിക്കും എന്ന് ആദ്യം പഠിക്കണം. അല്ലാതെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കാനുള്ള സിലബസ് എന്തെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സിലബസ് മനസ്സിലാക്കി പഠിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ജില്ലകളുടെ എല്ലാം പഠിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് സിലബസ് ചോദിക്കുന്ന ചോദ്യം പഠിച്ചാൽ കിട്ടും. ഇപ്പം ദിശയിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ടുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഡിഗ്രി ലെവലിലായാലും ഇപ്പോൾ അടുത്ത LP നമുക്ക് 61 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത LGS ഞാൻ 100-ന് പുറത്ത്, നമുക്ക് ആകെ ഒരു 6-7 ക്ലാസ് മുറിയിൽ നിന്നാണ് ഇതെല്ലാം റിസൾട്ട് വരുന്നത്. അടുത്ത LDCക്ക് നമുക്ക് ആദ്യത്തെ റാങ്ക്, നിങ്ങളുടെ പയ്യൻസിൻ്റെ CPOയിൽ നമുക്ക് 3-4 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ പരിപാടി കിട്ടും. അതേപോലെ ഈ രാത്രിയൊക്കെ ഉള്ള പഠനം എങ്ങനെയായിരുന്നു? രാത്രി ശരിക്കും പറഞ്ഞാൽ ഞാൻ 9:30 വരെ ദിശയിലുണ്ടാവും. ദിശയിൽ 9:30 വരെ രാവിലെ 9 മണിക്ക് വന്ന് വൈകിട്ട് 9:30 വരെ കാണും. അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ എൻ്റെ സാഹചര്യം എനിക്ക് അതിനനുസരിച്ചിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ ആളുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നങ്ങ് പഠിക്കും. അപ്പം ആ സമയത്ത് രാത്രി 9:30 വരെ പഠിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഒരു 1.5 മണിക്കൂർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു പറ്റുന്നവരെ, അതിപ്പോൾ ഞാനിപ്പോൾ 2 മണി വരെ 3 മണി വരെ പഠിക്കും, അങ്ങനെയല്ല, എന്നെ കൊണ്ട് പറ്റുന്നവരെ. അത് ചിലപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ സമയം കാണില്ല. അപ്പം ഞാൻ ഇപ്പം ബാക്കി കാര്യം ഉറങ്ങിക്കളയും. ചിലപ്പോൾ ഒന്നും നോക്കാതെ കിടക്കുന്ന ദിവസങ്ങളുണ്ട്. പിന്നെ എക്സാം ഒക്കെ ആണെങ്കിൽ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പം പിന്നെ പോകുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നതുകൊണ്ട് ഇത് തന്നെ സംസാരിക്കുന്നത്. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഞങ്ങൾ സമരത്തെ പറ്റി പറയും, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പഴയ കാര്യത്തെ പറ്റി പറയും. അങ്ങനെ അങ്ങനെ പറയുന്നതാണ്. നമുക്ക് റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് നമ്പേഴ്സ് മാത്സ് ഒക്കെ ഭയങ്കര ഇതാണ്. അപ്പം പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനാണെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിലും മാത്സിലെ ബാക്കി ട്രിക്കുകളാണെങ്കിലും പുള്ളിക്ക് പെട്ടെന്ന് കിട്ടും. എനിക്ക് നമ്പേഴ്സ് കത്താൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ആൻസർ ചെയ്താൽ ഉടനെ തിരിച്ചു ചോദിക്കുന്നത് ഈ നമ്പേഴ്സ്. അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ പറ്റില്ല. അപ്പം ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ എഴുതൊക്കെ പഠിച്ചെടുത്ത് കാണാതെ ഇപ്പോൾ ആർട്ടിക്കിൾ 13 എന്താണ് 14 എന്താണെന്നൊക്കെ പഠിക്കും. അപ്പം അത് സത്യം ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് ഇതൊന്ന് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഈ ട്രാക്കിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിലേക്ക് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് പോസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലും വീട്ടിലൊക്കെ ഉള്ളൊരു ാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതെ പഠിക്കാൻ പോകുന്നത് പലരും ചോദിച്ചു കാണൂലേ എങ്ങനെ പഠിക്കണം ചേച്ചി? അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തിനു പോകുന്നു? ഞാൻ PSCയുടെ ക്ലാസ്സിന് പോകുന്നു. ഒരു ജോലി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതെന്തിനാ കളഞ്ഞിട്ട് പ്രൈവറ്റ് ജോലി കളഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ കിട്ടാത്തൊരു ടാസ്കിന് വേണ്ടി പോകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ സ്ഥാപനം നടത്തുന്നു പുറത്ത് പറയുമ്പോൾ പലരും ചോദിക്കും, ഈ നിങ്ങൾ PSC പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ജോലി എന്നുള്ള സാധനം കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കൃത്യമായിട്ട് പഠിച്ചാൽ ജോലി ഉറപ്പായിട്ട് കിട്ടും. നമ്മുടെ സമയം മാറ്റി വെക്കണം. കൊടുക്കുന്ന സമയം മുഴുവൻ പഠിക്കണം. അതെ, നമുക്ക് കിട്ടുന്ന ഒരു ശകലം സമയം കിട്ടിയാലും ഇപ്പോൾ ഫോണിലാണെങ്കിലും റീൽസ് കാണുന്ന സമയത്ത് നമ്മൾ ടെലഗ്രാം എടുത്ത് 2 ക്വിസ് ചെയ്താൽ അല്ലെങ്കിൽ 2 ബോട്ട് ചെയ്താൽ നമുക്ക് ഉപയോഗം വരും.
അതിപ്പോ നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല, നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളിലൊന്നും നിരന്തരം പഠിക്കണം. പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതെ, എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം എക്സാം എഴുതാതെ നമ്മൾ ആ ഒരു മണിക്കൂർ നമ്മൾ ഹാളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിഗ്രി പരീക്ഷ എന്നുള്ളതിൽ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കൃത്യമായിട്ട് പഠിച്ച പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, ശരിക്കും ഞാൻ ജോയിൻ ചെയ്തത് ഇന്റർവ്യൂ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 13 മാർക്ക് കിട്ടി. മാക്സിമം 14 കിട്ടുന്നിടത്ത് അത് നമ്മൾ പേടിക്കാതെ ഉറപ്പായിട്ട് കിട്ടും. മാക്സിമം 13. ഞാനത് ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റുകൾ എടുത്ത് നോക്കി എത്ര മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി. ഒരു മാർക്ക് പോയാൽ അതനുസരിച്ച് നമുക്ക് താഴെ പോകുമല്ലോ. അപ്പം നോക്കുമ്പോൾ മൊത്തം 20 മാർക്കാണ് മാക്സിമം തരുന്നത്, എന്നിട്ടും 13 തരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ച് എങ്ങനെ പോയാലും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും 13 കിട്ടണം എന്നുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ 2-3 മോക്കിന് ഞാൻ പോയി. കാരണം എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ആ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി, അതിനുശേഷമാണ് ഞാൻ അത് അറ്റൻഡ് ചെയ്തത്. എന്തായാലും ഭാഗ്യവശാൽ ബോർഡും ഓക്കെ ആയിരുന്നു, ഞാനും ഓക്കെ ആയിരുന്നുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഒരു കേസുണ്ട്, നമ്മൾ ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ദിവസം ടെൻഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ മണിക്കൂർ പഠിച്ചു, അവിടെ ചെന്നിട്ട് കല ഉടച്ചിട്ട് കാര്യമില്ല. അതെ, ഞാൻ ജോയിൻ ചെയ്യുന്ന ഒരു ബാച്ച്, റെഗുലർ ബാച്ച് CPO ബാച്ചായിരുന്നു. WCPയുടെ ബാച്ചിലാണ് ഞാൻ ജോയിൻ. നമ്മുടെ ഇവിടെ സ്ഥാപനത്തിനെ കുറിച്ച് തന്നെ ഉള്ള വെളിയിലുള്ള ഒരു ചെറിയ നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മളൊത്തിരി സ്ട്രിക്റ്റ് ആണ്. നമ്മൾ പഠിക്കാതെ അതിനകത്ത് കയറിയ പിന്നെ കളി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അതാണ് വേണ്ടത്. നമ്മൾ എന്നാ പഠിക്കണം, നമുക്ക് വേണ്ടിയാണല്ലോ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിക്കും. പലരും നമ്മൾ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, വഴക്ക് പറഞ്ഞ് നിർത്തിപ്പോയ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് എന്നത്തെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, സാറ് വഴക്ക് പറയും, അത്രയ്ക്ക് വഴക്ക് പറയുന്നു. സാർ എന്ന് പറഞ്ഞ ദിശയെ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ എന്നോട് ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദിശയിലാണ് അവിടുത്തെ സാറ് ഭയങ്കര വഴക്കല്ലേ, ഒരുപാട് വഴക്കൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അടിയെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ അടിയെന്നുള്ള സാധനം മാറ്റി വെച്ച് കഴിഞ്ഞ ദിവസം ഭീകരമായിട്ട് വഴക്ക് പറഞ്ഞാലേ പിള്ളേർ പഠിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ വഴക്കൊക്കെ പറയുമ്പോൾ തലവേദനയൊക്കെ വരും. പക്ഷെ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കിട്ടിയ ആളിന്, ഇപ്പം നാട്ടിൽ എല്ലാവർക്കും ജോലി കിട്ടിയെന്നല്ല, വരുന്നതിൽ ഒരു നിശ്ചിത ശതമാനം ആളിന് കിട്ടുന്ന ആളിന് അവന് പറയാൻ പറ്റും നമ്മളവിടെ വന്ന് കൊണ്ട് കിട്ടിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണം, അതിനെ സ്വപ്നം കണ്ട് പഠിക്കണം. ഇപ്പൊ SI എന്ന് പറഞ്ഞ സാധനത്തിൽ അല്ലേ? അതെ, സ്വപ്നം കണ്ട് പഠിക്കണം. അത് കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇപ്പോൾ WCP ആണെങ്കിൽ ഞങ്ങൾ ആ ക്ലാസ്സിന് ഇരുന്നതിന് ശേഷം ബാക്കി വരുന്ന സമയം 3:30 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 9 മണി വരെ ഇരിക്കാറുണ്ട്. അതിൽ 2-3 പേര് ഞങ്ങൾ കമ്പൈൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കമ്പൈൻ സ്റ്റഡി നല്ല ഒരു തറവ് രീതിയാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനൊന്നും നീങ്ങത്തില്ല, മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യം ആയിരിക്കില്ല അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെ തിങ്കിങ് ആകുമ്പോൾ അപ്പൊ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പൊ 3 കുട്ടികളും കൂടെ ഒക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പഠിക്കുന്ന കൂടെ ഞങ്ങൾ പറയും. അപ്പോൾ ഒരു പോയിന്റ് വായിച്ചിട്ട് പറയും ഇതാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. അത് ശരിക്കും ഇങ്ങനെ പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ റാങ്ക് മേക്കിംഗ് പഠിക്കണം, അങ്ങനെ തന്നെ പഠിക്കും. എപ്പോഴും എന്തെങ്കിലും ചിലപ്പം ഉറക്കം വന്ന് വീഴും. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു വന്നിട്ട് വീണ്ടും പഠിക്കും. അല്ലാതെ ഒരു 24 മണിക്കൂറും പഠിക്കണമെന്നല്ല, പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന മെറ്റീരിയൽ നന്നായിട്ട് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത്. അതാണ് ഇപ്പൊ നമുക്ക് റാങ്ക് ഫയൽ തന്നെ എല്ലാം എടുക്കണമെന്നില്ല, നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ. ഇപ്പൊ നമ്മള് സ്ഥാപനത്തിൽ ഇതുവരെ ഒരു ബാച്ചിന് നമ്മളൊരു റാങ്ക് ഫയൽ സജസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല. സിലബസ് എന്താണോ സിലബസ് എടുക്കുക. ഇപ്പൊ ചില സിലബസ് എടുക്കുന്ന സ്കൂൾ ടെക്സ്റ്റിലായിരിക്കും. അതേപോലെ സ്കൂൾ ടെക്സ്റ്റിന്റെ പഠനം എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ സ്കൂൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സാർ പറഞ്ഞ പോലെ സിലബസിൽ എന്താണോ ടോപ്പിക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളിരുന്ന WCP വേണ്ടി പഠിച്ച ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഒരു ബുക്ക്, ആ ഒരു ബുക്കിൽ SCRTയുടെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് വെച്ചിട്ട് ആ സിലബസ് എന്താണോ പറയുന്നത്, ഇപ്പോൾ ശബ്ദം എന്നൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് ടെക്സ്റ്റിലുള്ള എന്താണോ പഠിക്കുക. എന്നിട്ട് ഞങ്ങൾ ടെക്സ്റ്റ് ഫുള്ള് റിവൈസ് ചെയ്തത് കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റിവിഷൻ വരുന്നതിന് മുന്നേ ഉള്ള രണ്ട് ടേം ടെക്സ്റ്റ് പഴയ ടെക്സ്റ്റുകളിൽ നന്നായിട്ട് റിവൈസ് ചെയ്തു. 2 വട്ടമൊക്കെ ഞങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ടെക്സ്റ്റിൽ നിന്നാണ്. പിന്നെ എന്തിനാ ഞങ്ങൾ ടെക്സ്റ്റ് കളഞ്ഞിട്ട് വേറെ പഠിക്കാൻ പോകണം? റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാളും ഞങ്ങൾ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്ന സോഴ്സ് പഠിക്കുന്നില്ല? അങ്ങനെ ഞങ്ങൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ചുമ്മാ റാങ്ക് ഫയൽ എടുക്കുന്നുണ്ടെങ്കിലൊക്കെ വാരിയിട്ട് പഠിക്കുന്നു. റാങ്ക് ഫയലിൽ മെറ്റീരിയൽ ഇല്ലെന്നല്ല, അതിലുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഇപ്പൊ സ്ഥിരം ചോദിക്കുന്നതാണ് NW3 എവിടെ നിന്ന്? NW3 ഇല്ലാതൊരു ക്വസ്റ്റ്യൻ ഇല്ല, വൈറ്റമിൻ ഇല്ലാതെ ഇല്ല, വിണ്ടലം തിരുവോണം അതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ സ്ഥിരമായി അത് പഠിച്ചാൽ കിട്ടും. അതിൽ മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമുക്ക് കേൾക്കാത്ത ഒരു പാരഗ്രാഫ്, ഒരു പോക്സോ ആക്ടിനെ കുറിച്ചുള്ള പാരഗ്രാഫ് ശരിയാക്കി സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടിയ കാര്യമില്ല. അതേപോലെ ഇപ്പോൾ പഠിക്കാൻ ഇരിക്കുന്നവർക്ക് പറയാനേ
ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടാലും എന്ത് ചെയ്യണം? അതെ, പരാജയപ്പെടുന്നതൊന്നും ഒരു കാര്യമേ അല്ല. കാരണം നമ്മൾ എക്സാംസ് എഴുതി ആ പരാജയം ഒന്നും അങ്ങനെ വിചാരിക്കണ്ട. ഒരു എക്സാം എഴുതി ഇതെന്റെ എക്സാം അല്ല എന്ന് വിചാരിക്കുക. നാട്ടുകാരുടെ ചോദ്യങ്ങളാണല്ലോ മെയിൻ. തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും അത് എല്ലായിടത്തും, പ്രത്യേകിച്ച് PSC പഠിക്കുന്ന ഒരാള്, കല്യാണം കഴിഞ്ഞ ഒരാള്, അങ്ങനെയൊക്കെ വരുമ്പോ എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മറ്റത് കഴിഞ്ഞിട്ട് എന്തിനാ, അല്ലെങ്കിൽ MSc ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനാ ഇത് പഠിക്കുന്നത്, വേറെ ഇനിയിപ്പോ ക്ലർക്കായിട്ടൊക്കെ പോകുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാം ഇനി കിട്ടിയെന്നിരിക്കട്ടെ. ഇപ്പം ജോലി കിട്ടിയ ഒരു ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എക്സാം എഴുതി ക്ലിയർ ചെയ്ത് LD ആയിട്ട് കയറി. അപ്പോൾ കയറിയതിനു ശേഷം LD ക്ലർക്കാ, പഞ്ചായത്തിലാ, ഇതാ എല്ലാവർക്കും അവർക്ക് എഫേർട്ട് ഒന്നും മാറ്റർ അല്ല, അവർക്ക് അയ്യോ ഇതാണ് കിട്ടിയതെന്നുള്ള. പക്ഷെ എന്ത് എഫേർട്ട് ഇട്ടു അല്ലെങ്കിൽ എങ്ങനെ എഫേർട്ട് ഇട്ടു എന്നുള്ളതൊന്നുമല്ല. അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അച്ഛനും അമ്മയ്ക്ക് വളരെ സന്തോഷം. അവർ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞു. എനിക്കൊരു പേടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വന്ന് തുടങ്ങിയിട്ടില്ല, അപ്പം സമയം എടുക്കും. അപ്പൊ അവർക്ക് അതിന്റെ വശങ്ങളെ പറ്റിയൊന്നും കയറുമെന്ന്. അപ്പൊ അവര് പറയും വരും അല്ലെങ്കിൽ വരുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാല് ഒരു അച്ഛനൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്തും അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ സമയത്തും അച്ഛൻ ഇപ്പൊ എല്ലാവരെയും കാണുമ്പോൾ ഇതാണ് പറയുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശാലിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ്. കാരണം 5 കൊല്ലം 6 കൊല്ലം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവരുടെ അടുത്തൊരു തീരുമാനമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിജയം. കാരണം ചേട്ടൻ പറഞ്ഞു നീ പഠി, ഞാൻ ജോലിക്ക് പോവാം. അപ്പോൾ വീട്ടിലൊരു വരുമാനം വരുന്നു. പുള്ളിക്കാരൻ പാരലായിട്ട് പഠിച്ചു. ഈ വരുന്ന 18-ാം തീയതി ജൂലൈ 18-നാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് ഇടുക്കിയുടെ വരുന്നത്. നമ്മൾ നല്ല റാങ്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മുന്നേ കണ്ട് പഠിക്കുന്നവർ ഇതൊരു പ്രചോദനമായിരിക്കണം. അപ്പോൾ അതേപോലെ ഫിസിക്കലൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ? ഫിസിക്കല് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ശരിക്കും, ആദ്യമേ തുടങ്ങിയില്ല. ആണ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. പല കുട്ടികളും ചെയ്യുന്നൊരു തെറ്റ് ട്രാക്ക് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഓടാൻ പോകും, എന്നിട്ട് ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും, ലിസ്റ്റ് വരെയില്ല. അപ്പോൾ നമുക്ക് വന്നതിന് ശേഷം മതി. കാരണം പിന്നെ എന്നെ സംബന്ധിച്ച് ഫിസിക്ക് എനിക്ക് അങ്ങനെ ആയതുകൊണ്ടാവാം ഒരു കുറച്ച് സമയം കൊണ്ട് എന്ന് പറഞ്ഞാൽ 1 മാസം എടുത്തു. അത് ആദ്യം ലിസ്റ്റ് വന്നതിന് ശേഷം ഞാനൊന്ന് വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ, അതിനും എൻ്റെ കൂടെ പോകണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാക്ടീസിന് പോകുമായിരുന്നു. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഓടാൻ പോകുമായിരുന്നു, രാവിലെ പോകും. അതിന് ശേഷം ഒരാഴ്ച ഞാനൊന്ന് ഫിസിക്കലി ഒന്ന് മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രാക്ടീസിന് പോയി തുടങ്ങിയത്, ഐറ്റം തുടങ്ങിയത്. അല്ലാതെ പെട്ടെന്ന് ചെന്ന് ഐറ്റത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഫിസിക്കലിനുണ്ടായിരുന്ന ഒരു കുട്ടി എല്ലാ ഐറ്റവും ചെയ്യുമായിരുന്നു. ഇത് ഫിസിക്കലിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പേ മസിൽ പെയിൻ വന്നു, മസിൽ ഇഞ്ചുറി ആയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, സക്സസ് ഉള്ളൂ. ആ സമയം വരെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ഫിസിക്കലിന് പോയ ആ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ, അതായത് ഒരു ഐറ്റം കഴിഞ്ഞ് അടുത്ത ഐറ്റത്തിന് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എല്ലാവരും നെടുമങ്ങാടാണ് പോയത്. നെടുമങ്ങാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ പോകുമ്പോൾ രാവിലെ 6 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, 6 തൊട്ട് 10 വരെ, 9 വരെ. അതിനുശേഷം ഞാൻ ക്ലാസ്സിനോട് വരുമായിരുന്നു. അതിനുശേഷം അങ്ങനെയാണ് ആ ഒരു ഫിസിക്കലിന് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ എടുത്ത് ഐറ്റംസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എല്ലാവരും വന്ന് ഈ സ്പ്രേ അടിക്കണം. പെയിൻ ആണെന്ന് പറഞ്ഞാൽ മസിൽ പെയിൻ വരുന്നവർക്ക് അറിയാം. ഷിൻബോണൊക്കെ വന്നത് 21ാമത്തെ റാങ്കിന്റെ പിറകിലുള്ള പരിശ്രമമാണ്, എഫേർട്ടാണ്. ഇപ്പൊ നമ്മളവിടെ തന്നെ ഇപ്പൊ ഒരു കുട്ടി LGS ആയിട്ട് ജോലിക്ക് കയറുമ്പോൾ ഈ LGS കിട്ടിയോളാം എന്ന് പറഞ്ഞ് ചോദിക്കും. അതിന്റെ പിറകിൽ എഫേർട്ട് ഉണ്ട് എന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ ഇനി മരണം വരെ സ്ഥിരമായി ശമ്പളം കിട്ടും. അത് PSCയിലേ പറ്റുള്ളൂ. ഇപ്പോൾ അത് പ്രൈവറ്റ് പറ്റൂല എന്നാണ് എന്റെ വിശ്വാസം. തിരിച്ചറിവ് വരുന്നിടത്താണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളവിടെ വന്നിട്ട് ന്യൂജൻ കുട്ടികളൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട്. നമ്മൾ സിറ്റ് എന്ന് പറഞ്ഞ് നിർത്തിപ്പോയിട്ടുണ്ട്. നമ്മളോട് ഞാൻ കുട്ടികൾ വരുമ്പോൾ പറയും, നിങ്ങൾക്ക് ഇവിടെ ടൂറില്ല, ഓണപരിപാടി ഇല്ല, വാർഷികാഘോഷം ഇല്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല, വരിക പഠിക്കുക പോവുക. നമ്മുടെ കോർഡിനേറ്റർമാരെ ഉൾപ്പെടെ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാം ഓക്കെ അല്ലായിരുന്നു? ക്ലാസ് എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ക്ലാസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ഇരുന്ന് കേൾക്കുന്ന നമുക്ക് ഹാളിൽ ഇരുന്ന് ഓർമ്മ വരും. കോൺസ്റ്റിറ്റ്യൂഷൻ സാറിന്റെ ഒക്കെ ക്ലാസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നമ്പർ ഒന്നും അത്ര ഓർമ്മയില്ല പ്രത്യേകിച്ച്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ABCD എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് വരുന്ന അന്നത്തെ ക്ലാസ് രാംസാറിന്റെ ക്ലാസ് ആയിരുന്നു. രാംസാറിന്റെ ക്ലാസ്സിൽ തണ്ണീർത്തട സംരക്ഷണ നിയമമായിരുന്നു ആദ്യത്തെ ക്ലാസ്. അപ്പൊ വന്നിരുന്ന് കേട്ടപ്പോഴത്തേക്ക് തണ്ണീർത്തട സംരക്ഷണം ഞാൻ കാണുന്ന ഒരു സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് അധ്യാപകരുടെ എണ്ണം കുറവാണ്. അതെ, ഒരാൾ വെച്ചൊക്കെയാണല്ലോ. മാത്സിന് 2 പേര്, ഇംഗ്ലീഷിന് ഒരാള്, കെമിസ്ട്രി ഫിസിക്സിനൊക്കെ ഒറ്റ ആളേ ഉള്ളൂ. അപ്പൊ ഒരാളുടെ സ്ഥിരം കാണാൻ പറ്റും നിങ്ങളെ. അപ്പൊ അവർക്ക് എവിടെ തീർന്ന് അതിന് തുടർച്ചയായിട്ട് എടുക്കാൻ പറ്റും. മാത്സ് ഇംഗ്ലീഷും നമുക്ക് തീർത്തെടുത്ത് തന്നപ്പോൾ തീർത്ത് പഠിക്കാൻ പറ്റും. അതെ, മാത്സ് ആണെങ്കിലും മാത്സ് സാർമാർക്കൊക്കെ അറിയാം. കാരണം ഞാൻ മാത്സിൽ കുറച്ച് നല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്ത് എന്നെ കൊണ്ട് ചെയ്യണം. സാറൊക്കെ ക്ലാസ് എടുക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാർ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് മിക്കവാറും ഞാൻ ക്ലാസ്സിൽ കണക്ക് ചെയ്ത് തീരാറില്ല.
സുബിൻ സാറിന്റെ ക്ലാസ്. അതെ, സുബിൻ സാർ ഓൾ റൗണ്ടർ ആണല്ലോ, എല്ലാ വിഷയങ്ങളിലും എടുക്കുന്ന ഒരു സാറാണ്. അപ്പോൾ SIക്ക് സൈക്കോളജി സാർ എടുക്കുന്നത്, സൈക്കോളജി ക്ലാസ്സിന് ഞാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് SIയിൽ അഖില അന്ന് പരീക്ഷകളുടെ ഒരു 6-7 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് അഖിലേക്ക് 23ാമത്തെ റാങ്കാണ്. കുറച്ചും കൂടെ ഫ്രണ്ട് കിട്ടിയില്ലേ? അതെ, പരീക്ഷയ്ക്ക് പഠിച്ചവിടെ എഴുതണം. ധൈര്യം എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യം കൂടെ ആ സമയത്ത്. അന്ന് നമുക്ക് വേറെ റാങ്ക് ലിസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ അന്ന് റാങ്ക് ലിസ്റ്റ് വന്നില്ലല്ലോ. അന്നത്തെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴായിരുന്നെങ്കിൽ ഇപ്പോൾ എഴുതിയേനെ. അപ്പോൾ നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്, വീണ്ടും സ്വപ്നം കാണുക, കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ എവിടെ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ടായാലും പഠിക്കാൻ പറ്റും. ഡിഗ്രി ലെവൽ പരീക്ഷ എത്ര പേർ മത്സരിക്കുന്നു എന്നതിലൊന്നും കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മുടെ നമ്പർ കാണും. ഞാൻ സത്യം പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാം എയിം ചെയ്ത് വന്നതല്ല. WCP എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് ആ എക്സാം എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് എഴുതാൻ പറ്റില്ല, ഒരു ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചാണല്ലോ SI ആവുമെന്ന് വിചാരിച്ചാണല്ലോ. അപ്പം എക്സാം എഴുതുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്ക് ഒക്കെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞാൻ SIയിൽ പ്രിപ്പയർ ചെയ്തുകൂടെ? എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫിൽ വന്നില്ല. അപ്പോൾ അതിലാണ് SIയുടെ കിട്ടിയത്. LSTD കിട്ടിയില്ല, ഇത് കിട്ടിയത് എന്തായാലും എഴുതി നോക്കാമെന്ന് പറഞ്ഞിട്ട് എഴുതി നോക്കിയതാണ്. പുതിയ ആൾക്കാരോട് പഠിക്കാൻ വേണ്ടി എല്ലാ പരീക്ഷയ്ക്കും സിലബസ് ഉണ്ട്. LDക്ക് സിലബസ് ഉണ്ട്, LGSന് സിലബസ് ഉണ്ട്, എല്ലാ പരീക്ഷയ്ക്കും സിലബസ് ഉണ്ട്. ആദ്യം നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അതിനെ വെച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കണം. എന്നിട്ട് അതിൻ്റെ അനുബന്ധം പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും കിട്ടും. അതേപോലെ പരീക്ഷകൾ കഴിയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് എല്ലാ പരീക്ഷ എഴുതാൻ പോകണല്ലേ? പരീക്ഷകളിൽ എല്ലാം എഴുതണം. ഒരു 1.5 മണിക്കൂർ എന്താണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവും. കാരണം ആദ്യം ഞാൻ പഠിച്ചിട്ട് എഴുതുന്നത് ഈ WCP എക്സാമാണ്. ആ എക്സാമിന് കയറാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, പഠിച്ചതിൻ്റെ ഒരു ടെൻഷൻ. മറ്റത് ഒരു ടെൻഷൻ, പോകുന്നു, അവിടെ പോകുന്നു, എഴുതുന്നു. ഇത് ടെൻഷനാണ്. ആ ഒരു ടെൻഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പകുതി ജയിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ആൻസർ അനലൈസ് ചെയ്യുള്ളൂ. നമ്മൾ എന്താ കീ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ 2 ക്വസ്റ്റ്യൻ, ഒരെണ്ണത്തിൽ ഞാൻ നമ്പർ കണ്ടില്ല. നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കണ്ടില്ല. അങ്ങനെ എൻ്റെ ആൻസർ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു മാത്സിലൊരു ക്വസ്റ്റ്യനെ ഞാൻ കണ്ടില്ല. ഒരെണ്ണത്തിൽ തെറ്റിച്ചിട്ട് വന്നു. അപ്പം ആകെ തകർന്നു. എന്ന് പറഞ്ഞാൽ പഠിച്ച ചെയ്ത് 2 എൻ്റെ കയ്യിൽ നിന്ന് പോയ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പം അറിയാലോ, കരച്ചില്, ബഹളം. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് ഹസ്ബൻഡ് പോയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയ മാർക്കാണ്. കണ്ടിരുന്നെങ്കിൽ എനിക്ക് എഴുതിയ മാർക്ക് കിട്ടുമെന്നുള്ളൊരു ഇതാണ്. ആ എക്സാം കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് ഞാൻ ഇവിടെ ക്ലാസ്സിന് വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ റാം സാർ എന്നോട് ചോദിച്ചു, എക്സാം എങ്ങനെയാണ്? പാടായിരുന്നു സാർ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാമിൽ പിടിക്കാം എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഇവിടെയായിരുന്നു ഞാൻ മൊത്തം. നമുക്ക് ഒരുപാട് കുട്ടികളൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാർ മുഖങ്ങളായതുകൊണ്ട് എല്ലാവരും പരിചയമുണ്ട്. ഇവർ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ട്. അപ്പോൾ നമ്മളെ സ്ഥാപനത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശാലിനിയുടെ ഈ റിസൾട്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ റിസൾട്ടുകളാണ്. 14, 21 റാങ്ക്. ഇത് കണ്ട് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഉറപ്പായും പ്രചോദനം ഉൾക്കൊണ്ട് പഠിക്കുമെന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ ശാലിനിക്ക് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എന്താണെന്നൊന്ന് പറഞ്ഞ് നിർത്താം. ശരിക്കും ഒരു വലിയ താങ്ക്സ് ദിശയ്ക്ക് തന്നെ തരണം. കാരണം തന്ന പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റീസ്, ഇവിടെ വന്നിരിക്കാനും കമ്പൈൻ സ്റ്റഡി നടത്താനാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഇവിടെ ഇവിടെ ഇരുന്നോ, തുറന്നു നിന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാം, വന്നിരുന്ന് പഠിക്കാം എന്നുള്ളൊരു പ്രൊവിഷൻ തന്നതുകൊണ്ടാണ്. അതെ, കോർഡിനേറ്റർമാരൊക്കെ എല്ലാവരും എനിക്ക് അറിയാം. കാരണം അവര് സൗമ്യ ചേച്ചിയായിരുന്നു. അപ്പം വന്ന് കാണും, എല്ലാവരും ഉണ്ട്. അപ്പം ഒരു റിവിഷനൊക്കെ അവർ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ ഇതെന്ത് പഠിച്ചില്ലേ, അത് പഠിച്ചിട്ട് വരണ്ടേ എന്നുള്ള രീതിയിൽ അവരും അതിനനുസരിച്ച് നമ്മളെ മാനേജ് ചെയ്യുമായിരുന്നു. അവരൊക്കെയാണ് ആ സാറിന്റെ ബാച്ചിന്റെ ഒക്കെ ഒരു ഒരുപാട് പേരുണ്ട്. അതെ, നമ്മൾ കാണുന്നവരല്ലാതെ ഒരുപാട് പേര് ഇതിന് പുറകെ. മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ പറയും, ഈ മെറ്റീരിയൽസ് ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വിവരങ്ങൾ അതിലുണ്ട്, അത് പഠിച്ചാൽ മതി എന്നുള്ള. ഇവിടുത്തെ മറ്റേ DST1, DST2, DST3 അങ്ങനെ അപ്പൊ അങ്ങനെ ആ മെറ്റീരിയൽ ഒക്കെ ഞങ്ങൾ ഇപ്പോഴും എക്സാമിന് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നപ്പോൾ എനിക്ക് തന്ന സപ്പോർട്ടും അങ്ങനെ ഒരുപാട് കാണുന്ന പുതിയ ആൾക്കാരോട് PSCയിൽ ഇനി അവസരങ്ങളുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്നേ ഉള്ളൂ. PSC ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി മനസ്സ് കാണിക്കണം. അപ്പോൾ അതിൽ ഉറപ്പായിട്ടൊരു സക്സസ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ഇനി PSC പഠിച്ചാൽ കിട്ടൂല എന്ന് വിചാരിച്ച് തിരിച്ച് നടക്കരുത്. നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലിയൊക്കെ വളരെ വേഗത്തിൽ കിട്ടുന്നതായിരിക്കും. പ്രൈവറ്റ് ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഡിഗ്രി ലെവൽ ഉൾപ്പെടെയുള്ള ഇനി ഒരുപാട് പരീക്ഷകൾ അടുത്ത വരാനുണ്ട്. കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ബിവറേജ് LD,
പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, VFA തുടങ്ങി ഒരുപാട് പരീക്ഷകൾ. ഇപ്പോൾ ഡിഗ്രിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനം വരാനുണ്ട്. പഠിക്കുക, നിങ്ങളോടൊപ്പം എന്നും ദിശ ഉണ്ടാകും. ഈ വലിയൊരു മത്സരമാണ്. ഇതിന് നമ്മളോട് ഇപ്പോൾ ഉണ്ടായിരുന്ന ശാലിനിക്ക് വീണ്ടും ഒരു താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ സാർ. ഓക്കെ, ഇനി അടുത്ത ശാലിനി യൂണിഫോം ധരിച്ച് പാസിംഗ് ഔട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ള വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടും. ഓക്കെ.